നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വില വീണ്ടും കുറയുന്നു. അന്താരാഷ്ട്ര വിപണിക്കൊപ്പം ഇന്ത്യയിലും റബ്ബറിന് വില കുറയുന്നു. RS4 ബാങ്കോക്ക് വില 306 രൂപ ഉയർന്ന ശേഷം 287 താഴ്ന്നു. കേരളത്തിലെ വ്യാപാരി വില ഈ മാസം 18-ന് 268 രൂപ വരെയും ഉയർന്ന ശേഷം 264 രൂപയിലെത്തി. വില വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടിയുമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. മിക്ക തോട്ടങ്ങളിലും പൂർണ്ണതോതിൽ ടാപ്പിംഗും ഉൽപ്പാദനവും ആരംഭിച്ചിട്ടില്ല. റെയിൻ ഗാർഡിംഗ് പൂർത്തിയാകാത്ത തോട്ടങ്ങളുമുണ്ട്. മഴ കൃത്യമായി കിട്ടാത്തത് ഉൽപ്പാദനത്തെ ബാധിക്കുന്നുണ്ട്. കേരളത്തിൽ കാലവർഷം ദുർബലമാണ്. മൺസൂണിലെ വ്യതിയാനങ്ങൾ റബ്ബറിനെയും ബാധിക്കും. റബ്ബറിന് സർക്കാർ 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് നൽകാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിൽ വില 250 രൂപയിലും താഴ്ന്നേക്കും. റബ്ബർ വില താഴുമ്പോൾ സബ്സിഡി കിട്ടുമെങ്കിലും പാട്ടത്തിനെടുത്തവർക്കും റബ്ബർ ഷോർട്ടർ എടുത്തവർക്കും ഒന്നും കിട്ടില്ല. അപ്പോൾ 1 ഏക്കർ റബ്ബർ തോട്ടത്തിന് ഇത്ര കിലോ ആണ് കണക്ക്. അതിൽ കൂടുതൽ നമുക്ക് ഉൽപ്പാദനം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ക്യാഷ് കിട്ടില്ല. അപ്പോൾ വില കൂടി നിൽക്കുന്നതാണ് നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമായിട്ടുള്ള കാര്യം. വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ റബ്ബർ ഷോർട്ടർ എടുത്തിരിക്കുന്നവരും പാട്ടത്തിനെടുത്തിരിക്കുന്നവരും ഊർജിതമായി റെയിൻ ഗാർഡ് ഇട്ടു. അപ്പോൾ റെയിൻ ഗാർഡിനൊക്കെ വലിയ വിലയായിരുന്നു. പ്ലാസ്റ്റിക്കിനൊക്കെ വില കൂടിയിരുന്നു. പശയ്ക്കൊക്കെ കഴിഞ്ഞ വർഷത്തിനേക്കാളും വില കൂടുതലായിരുന്നു. അതൊന്നും വകവെക്കാതെ എല്ലാവരും റെയിൻ ഗാർഡിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വില കുറയുകയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും.